അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു എൻ്റേത്. 3 കൊല്ലം എന്താ പറയുക കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കൊച്ചാണ്. എത്ര നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ. ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയ ഒരാളാണ്. നമ്മൾ നമ്മുടെ പാർട്ട്ണറെ മറ്റുള്ളവർക്ക് കടിച്ച് കീറാൻ കൊടുക്കാതിരിക്കുക. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി ജേണിനെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് എൻ്റെ പ്രഗ്നൻസി ജേണി എങ്ങനെയാണെന്നുള്ളത് അറിയാം. കാരണം ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേണി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി അമ്മയാവാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ അമ്മയായവർക്കൊക്കെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7 months ഫേസ് ചെയ്യേണ്ട വന്ന ഓപ്പൺ സർജറി എന്തുകൊണ്ടാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നത്, അതുപോലെ തന്നെ ഞാൻ അതിൽ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു കൊച്ചു സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയി 1.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പ്രഗ്നൻസി ഫൈൻഡ് ചെയ്യുന്നത് തന്നെ. അതിന് മുമ്പ് ഒരു പ്രഗ്നൻസി അബോർഷനും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രഗ്നൻസി എന്നുള്ളത് മൈൻഡിലേക്ക് വരാനും ആദ്യത്തെ പ്രഗ്നൻസിയുടെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ മാറി ഞാൻ ഒന്ന് ഓക്കെ ആവാനും എനിക്ക് 2 കൊല്ലം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം ആവാറായി. എന്തായാലും നമുക്കൊരു ഡോക്ടർ എന്തായാലും കൺസൾട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. രണ്ടുപേർക്കും യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ റിസൾട്ടിൽ കാണിച്ചില്ല. പിന്നെ സപ്പോർട്ടിങ്സിനുള്ള മെഡിസിൻസും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ അത് നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല. കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായതുകൊണ്ടായിരിക്കും സംതിങ് എന്തോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മെഡിസിൻസ് പ്രോപ്പറായിട്ട് കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ വീണ്ടും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ ആ ഒരു ടൈമിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് അറിയുന്നത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയിൽ എല്ലാവരെ പോലെ വൊമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. 6 months വരെ എല്ലാം ഓക്കെ ആയിട്ടാണ് പോയത്. 7 months സ്റ്റാർട്ടിങ്ങിലാണ് ചെറിയൊരു വയറുവേദന പോലെ വരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആയവർക്ക് അറിയായിരിക്കും ഗ്യാസിൻ്റെ പ്രശ്നംസ് നമുക്ക് ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെ മെഡിസിൻസ് എടുത്തു. ഒരു ദിവസം വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. 7 months ആയതുകൊണ്ട് തന്നെ ലേബർ പെയിൻ ആണോ എന്നൊന്നും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. 7 months ആയതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ കേസ് വെക്കുന്ന അറ്റൻഡ് ചെയ്തു. പക്ഷേ ബേബിക്ക് യാതൊരുവിധ പ്രശ്നമില്ല, ലേബർ പെയിൻ അല്ല, ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കാം എന്നുള്ള രീതിയിൽ എന്നെ ഒബ്സർവേഷനിൽ വെച്ച് അവർ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതുവരെ എനിക്ക് ആൻറ്റിബയോട്ടിക് ട്രിപ്പിലൂടെ കയറ്റുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കട്ടിയില്ലാത്ത ഫുഡ് ഐറ്റംസ് കഴിക്കുക, ജ്യൂസോ അതുപോലെ തന്നെ കഞ്ഞീര് വെള്ളം അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം കഴിച്ചാൽ മതി, വേറെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞു. നാളെ രാവിലെ ഒരു സ്കാനിങ് ഉണ്ട്. അതിന് മുമ്പ് ഒരു സ്കാനിങ് ഓൾറെഡി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് സ്കാനിങ്ങിന് പോയി. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ മറ്റൊരു ഡോക്ടറെ വിളിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടതാട്ടോ, ഒവേറിയൻ ടോർഷൻ. അപ്പോൾ ഈ ഓവറി എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ ഒവേറിയൻ ടോർഷൻ എന്താണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല എന്താ സംഭവം, ഒവേറിയൻ ടോർഷൻ എന്താണ്. അപ്പോൾ ഈ ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറോട് വിളിച്ച് പറയുന്നത് എമർജൻസി ആണ്, പേഷ്യൻറ്റിനെ ലേബർ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാണ്, കൊണ്ടുവരാണ്, ഒവേറിയൻ ടോർഷനാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്നുള്ളൊരു ചിന്തയായിപ്പോയി. പിന്നെ ഞാൻ ലേബർ റൂമിലേക്ക് ചെന്നതിന് ശേഷം കാണുന്ന കാര്യം, അത്രയും നേരം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ വെക്കുന്നതിന് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്നെ സജ്ജാക്കാണ്. കാരണം പിന്നെ കേൾക്കുന്നത് നൗഫിയ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. നൗഫിയക്ക് വേണ്ടിയിട്ടുള്ള ചാർട്ടും കാര്യങ്ങളും അതുപോലെ എന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാറ്റുന്നു, വെക്കുന്ന ഡ്രസ്സ് മാറാനുള്ള ഇതിൽ എല്ലാം കാര്യങ്ങളും റെഡിയാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്നത് പഠിച്ചവൻ എൻ്റെ കൊച്ചിനൊന്നും പറ്റരുത്. കാരണം ഞാൻ 3 കൊല്ലം എന്താ പറയുക കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കൊച്ചാണ്. അപ്പോൾ കൊച്ചിനൊന്നും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർന്നു, നൗഫി എന്നുള്ളൊരു ക്യാരക്ടർ തീർന്നു. അതിന് ഞാൻ ആ ഒരു ബെഡിൽ കിടന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ റെഡിയാണ്, മരിക്കാൻ റെഡിയാണ്. കാരണം എൻ്റെ കൊച്ചിനൊന്നും പറ്റരുത്, എനിക്ക് മരിക്കാൻ റെഡിയാണ്. പക്ഷേ അതുവരെയും ഡോക്ടർമാരും സിസ്റ്റർമാരും ഒന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു ഓവേറിയൻ ടോർഷൻ എന്നുള്ളൊരു വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഞാനൊന്ന് ഓരോന്നൊക്കെ ചിന്തിച്ചിങ്ങനെ കൂട്ടാം. അത് കഴിഞ്ഞ് ഡ്യൂട്ടിയിലുള്ള എല്ലാ ഡോക്ടർമാരും എൻ്റെ ചുറ്റും കൂടി അവർ എങ്ങനെയാണ് എൻ്റെ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നത്. കാരണം ഇങ്ങനെ ഒരു ഒവേറിയൻ ടോർഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം അതിന് മുമ്പ് എനിക്കൊരു അബോർഷൻ കഴിഞ്ഞതാണ്. ആ ഒരു സമയത്ത് തൊട്ട് ഞാൻ പ്രഗ്നൻസി 7 months വരെ എനിക്ക് സ്കാനിങ് കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാനിങ്ങിലൊന്നും ഈ ഒരു ഒവേറിയൻ ടോർഷൻ ഫൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ 7 months ഒരിക്കലും ഇതൊരു റെയർ കേസാണ്. അപ്പോൾ എങ്ങനെ ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആക്കുന്നുള്ള ഒരു ചിന്തയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡോക്ടർമാർ. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു നൗഫിയ ഇല്ല, ഇയാൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു ഓവറിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിന്നിട്ട് അത് ട്വിസ്റ്റ് ചെയ്ത് ബൾജായി നിൽക്കുകയാണ്. അത് ഇപ്പോൾ ഇയാൾക്ക് പെയിൻ ഉണ്ടോയെന്ന് എന്നോട് ചോദിച്ചു. പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പെയിൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആൻറ്റിബയോട്ടിക് ഒക്കെ കയറ്റിക്കൊണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു. എന്നാലും
പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇയാളുടെ ഒരു ഓവറി നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് അത് നീക്കം ചെയ്തില്ലെങ്കിൽ അത് വയറ്റിലിരുന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കൊച്ചിനും അത് നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ആക്കി കളയാം നോഫിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ല, നമുക്ക് കൊച്ചിനൊന്നും പറ്റാത്ത രീതിയിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കൊച്ച് വരുന്നത്. 3 കൊല്ലമൊക്കെ ആവാറായി ആദ്യത്തെ ഒരു കൊച്ച് വരുന്നത്. ഇനി എനിക്കൊരു പ്രഗ്നൻസി സാധ്യമല്ല. കാരണം നമുക്കറിയാം ഓവറി എന്നുള്ളത് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്ത്രീകൾക്ക് എഗ്ഗ് പ്രൊഡ്യൂസ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എനിക്കൊരു പ്രഗ്നൻസി സാധ്യമല്ലേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നോഫിയ പേടിക്കേണ്ട. നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തിന് കേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മറ്റു അവയവം അതിന് സപ്പോർട്ട് ചെയ്ത് ഒരു ഇത് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇയാളുടെ ഓവറിയുടെ കേസും. ഇയാൾക്ക് ഒരു ഓവർ നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ യാതൊരുവിധ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ഓവർ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അടുത്ത പ്രഗ്നൻസി സാധ്യമാണ്. പക്ഷേ എത്രത്തോളം സാധ്യമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഡോക്ടർ ഞാൻ ചോദിച്ച എല്ലാ ഡോക്ടർമാരും എന്നോട് പറഞ്ഞ കാര്യം ഒരു ഓവറി പോയെന്ന് വെച്ചും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് പ്രഗ്നൻസി സാധ്യമാണ്, പോസിബിൾ ആണ്. പക്ഷേ എന്നാലും എൻ്റെ മൈൻഡിൽ എത്ര ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടും എനിക്കത് ഇതായില്ല, എൻ്റെ എന്തോ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓപ്പറേഷൻ ഓക്കെ പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടന്നു. 3 ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ട് 3 ദിവസം ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ആ 3 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി. ലേബർ റൂമിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് നല്ല വിശക്കുണ്ട്. കാരണം എൻ്റെ വയറ്റിലൊരു ബേബി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശക്കും. അപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും പക്ഷേ നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റിബയോട്ടിക് വഴി കയറ്റുന്നുണ്ടായിരുന്നു, ട്രിപ്പ് വഴി കയറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് അവർ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു സമയത്ത് എനിക്ക് വെള്ളം ബണ്ണും തന്നു. നമ്മൾ പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ അറിയാം, പ്രഗ്നൻ്റ് അമ്മയായവർക്കറിയാം, നമുക്ക് ആ ഒരു ടൈം ബണ്ണും വെള്ളം മാത്രമേ തരുള്ളൂ. അങ്ങനെ ആ ഒരു വെള്ളവും ബണ്ണും ഞാൻ അത് ഇറങ്ങി എൻ്റെ വയറ്റിലെത്തണ ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റത്തെ കിക്ക് എനിക്ക് കിട്ടുന്നത്. കാരണം അതുവരെയും ജസ്റ്റ് അവൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് എന്താണെന്നറിയില്ല, കാരണം കൊച്ച് അത്രയും ദിവസം ഭക്ഷണം കഴിക്കാതെ വെക്കുന്ന ഭക്ഷണം കഴിച്ചപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ കൊച്ച് അനങ്ങിയതാണോ എന്തൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള 2 മാസം എൻ്റെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള മാസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പറേഷൻ നീളത്തിലായിരുന്നു ചെയ്തത്. അപ്പോൾ കൊച്ചുള്ളിൽ നിന്ന് കിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ഭാഗത്തിലേക്കാണ് കിക്ക് ചെയ്യണത്. അപ്പോൾ അത്രത്തോളം എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടൈമൊക്കെ ആയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ശരിക്കും നമ്മുടെ ഉമ്മമാരൊക്കെ പറയും നോർമൽ ഡെലിവറി, അതായത് പ്രസവിക്കാൻ നോക്കുക, പ്രസവമാണ് നല്ലത്, പ്രസവിക്കുന്നവരാണ് യഥാർത്ഥ ഉമ്മ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ സെക്ഷനും ഫേസ് ചെയ്ത ഒരാളാണ്, നോർമൽ ഡെലിവറിയും ഫേസ് ചെയ്ത ഒരാളാണ്. പക്ഷേ നോർമൽ ഡെലിവറിനേക്കാളും 100 മടങ്ങ് വേദന ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ പല ലെയറുകൾ കട്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നടക്കാൻ പറയുന്ന ഒരു രംഗമുണ്ട്. അത് ഫേസ് ചെയ്ത ആൾക്കാർക്ക് അത് മനസ്സിലാവും. കാരണം എനിക്കറിയില്ല അത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വയറ്റിലൊരു ബേബി ഉണ്ട്, പിന്നെ അവൻ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ബേബീനെയും ഈ ഒരു പെയിനൊക്കെ വെച്ചിട്ട് എന്നോട് ഇറങ്ങി നടക്കാൻ പറഞ്ഞ ആ ഒരു ടൈം എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ആയിരുന്നു എൻ്റേത്. അങ്ങനെ 2 മാസം കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ 12 ദിവസം കിടന്നു. ഈ 12 ദിവസത്തിൽ 3 തവണ ഞാൻ ഡിസ്ചാർജ് ആവാൻ നോക്കിയിരുന്നു. ആ ഒരു ടൈമിലൊക്കെ എൻ്റെ ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് ബ്ലഡ് ചീറ്റാണ്. നമ്മുടെ ചതിക്കാത്ത ചന്തുവിലെ സെലിംകുമാറിന് ഇവിടെ നിന്ന് ബ്ലഡ് ചീറ്റുന്ന ആ ഒരു ഇതിൽ, അതുപോലെ നമ്മുടെ ശരീരത്ത് തുന്നി കെട്ടി വെച്ചാണ് ആ ഒരു സ്ഥലത്ത് നിന്നാണ് ബ്ലഡ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ എനിക്ക് ഭയങ്കര പെയിൻഫുള്ളും ഭയങ്കര പേടിയേറിയതായിരുന്നു. ഒന്നാമത്തേന് കൊച്ച് ഉള്ളിലുണ്ട്. അപ്പോൾ എങ്ങാനും സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗം വെക്കുന്ന പൊട്ടിത്തെറിച്ച് കൊച്ച് പുറത്തേക്ക് വരുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡൊക്കെ ആയിരുന്നു എനിക്ക് ആ ഒരു ടൈം. അൽഹംദുലില്ലാ അങ്ങനെ 2 മാസം കഴിഞ്ഞാൽ അത് ഉണങ്ങി. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറി പെയിൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് സെക്ഷൻ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇയാൾ ഒരു വേദന സഹിച്ചതാണ്, ഇയാൾ വേറൊരു വേദനയിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ പ്രസവിപ്പിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എൻ്റെ സെക്ഷനും നോർമൽ ഡെലിവറിയും കഴിഞ്ഞു. ബേബി ഇപ്പോൾ ഓക്കെയാണ്, ബേബിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാ. ഞാനിപ്പോഴും പഠിച്ചവനോട് മനസ്സൊരുക്കി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും കൊച്ചിനെടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ അവനെ സ്നേഹിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു എൻ്റേത്. ഓക്കെ ഇനി ഞാൻ അപ്പോൾ എൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. എനിക്കും ബേബിക്കും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ സെക്ഷൻ കഴിഞ്ഞു, എൻ്റെ ഒരു ഓവർ മാറ്റി വെച്ചു, എനിക്കൊരു ബേബി ഉണ്ടായി. പക്ഷേ ഞാനിതിൽ ഏറ്റവും കൂടുതൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡോക്ടർമാരോട് ചോദിച്ച സമയത്ത് എനിക്ക് ഓവേറിയൻ ടോർഷൻ ഉണ്ടാവാനുള്ള റീസൺ എന്താണ് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഓവറിയിലേക്ക് സിസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി ആ സിസ്റ്റിനെ
റിജക്ട് ചെയ്യുമ്പോൾ അത് ഒവേറിയൻ ടോർഷനായിട്ട് മാറുന്നതാണെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ റീസൺ നിങ്ങൾ ഇതുപോലെ മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങൾ മെഡിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലേക്ക് കടന്നു പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് നമ്മൾ പ്രഗ്നന്റ് ആയി അബോഷനായി പോയെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ഹെൽത്ത് നോക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ലാണ്ട് ട്രീറ്റ്മെന്റിലേക്കോ കാര്യങ്ങളിലേക്കോ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക. ഞാൻ ചെയ്ത മിസ്റ്റേക്കും അതായിരുന്നു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മൊത്തം ടൈമും ഞാൻ ചിന്തിച്ചത് ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിലേക്ക് പോയ ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് സെക്കൻഡ് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ പങ്കാളിയെ ചേർത്ത് നിർത്തുക. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിനോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്കയുടെ വീട്ടിൽ അറിയിക്കുമ്പോൾ എത്ര നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ. നേരെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നാലും ഇക്കാക്കാനെ കുറ്റപ്പെടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറെ മറ്റുള്ളവർക്ക് കടിച്ച് കീറാൻ കൊടുക്കാതിരിക്കുക. എല്ലാം ഓക്കെ ആയിക്കോളും. എനിക്ക് ഇത്രയും പറയാനുള്ളത്. എല്ലാം ഓക്കെ ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബേബീനെ കണ്ടേ. കാരണം ഒരു സി സെക്ഷനും ഒരു നോർമൽ ഡെലിവറിയും കഴിഞ്ഞ് വന്ന ആ ഒരു മുതലിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഹലോ ഹലോ പഞ്ഞി ചാക്കി, ഹലോ പഞ്ഞി, ഹലോ പഞ്ഞി ചാക്കി, ഹലോ പഞ്ഞി ചാക്കിമായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പൊട്ടിപ്പൊട്ടി